So good morning. പറയുന്ന കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇവിടെ 35 39 ജോയിന്റ്. ബാക്കിയുള്ളവരവിടെ പോയി. നമുക്ക് 8:30 ക്ലാസ് ഉണ്ടോ? ഓക്കെ, ഉണ്ടായിരുന്നോ? മോർണിംഗ് ഇതാണോ ഫസ്റ്റ് അവർ? അതെ, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ? 8:30 ഉണ്ടായിരുന്നോ ക്ലാസ്? ഉണ്ടായിരുന്നു സാർ. ഏതാണ്? RAC. ഓക്കെ ഓക്കെ ഓക്കെ. അത് എപ്പോൾ തീർന്നു? കഴിഞ്ഞേ ഉള്ളൂ അത്. അതെ, നേരത്തെ വിടുന്നല്ലോ. 9:20 ആകുമ്പോൾ കഴിയുമല്ലോ. അതെ, വൈകിയോ? ഓക്കെ ഓക്കെ, വിൽ വെയിറ്റ് ഫോർ 5 minutes. 35 എന്നാലും 1-2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ളവർ ഇന്ന് ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആക്ച്വലി 4th and 5th മൊഡ്യൂൾ വളരെ ചെറിയ മൊഡ്യൂൾ, 2 മൊഡ്യൂൾസ് ആണ്. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോസസ് ഫ്ലോ കണ്ടീഷൻസ് വരുന്നത്. അതിൽ 4th മൊഡ്യൂളിൽ ഫാനോ ഫ്ലോ കണ്ടീഷൻസും 5th റെയിലി ഫ്ലോ കണ്ടീഷൻസും. ഇതിലെ 4th മൊഡ്യൂളിന്റെ കേസ് ആണെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഐ ഹോപ്പ് യു വിൽ കംപ്ലീറ്റ് ദിസ് മൊഡ്യൂൾ ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്. നെക്സ്റ്റ് വീക്കോടെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഷോക്ക് സൈസെൻട്രോപിക് ഫ്ലോയുടെ കേസസ് ഡീൽ ചെയ്ത പോലെ ഫാനോ ഫ്ലോ വരുന്ന കേസിൽ വി വിൽ ബി യൂസിങ് ഫാനോ ഫ്ലോ ടേബിൾസ്. എന്താണ് ഫാനോ ഫ്ലോ? ദ ഗവേണിംഗ് ഇക്വേഷൻസ് ഓഫ് ദി ഫ്ലോ, ദെൻ ഫാനോ ഇക്വേഷൻ, ഫാനോ കർവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വി വിൽ ഗോ ടു ദി സ്ലൈഡ്. നമുക്ക് ഷെയർ ചെയ്തത് കാണുന്നുണ്ടോ? Yes, sir. Okay. So the topic title: one-dimensional adiabatic flow through a constant area duct with friction. A Fano flow എന്നുള്ളത് എന്താണെന്നുള്ളത് ആ സെന്റൻസിൽ ഡെഫിനേഷൻ ആണ്. അത് എന്താണ് ഫാനോ ഫ്ലോ എന്ന് പറഞ്ഞാൽ that you can simply define it as a one-dimensional adiabatic flow through a constant area duct with friction. നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോ ഡീൽ ചെയ്തപ്പോൾ അതിന്റെ ഡിസ്കഷനിൽ നോസിൽസ് ആൻഡ് ഡിഫ്യൂസേഴ്സ് നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്ലോ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോസിൽസ് അഥവാ ഡിഫ്യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ഷോർട്ടർ ഡക്ട്സ്, ലെങ്ത് വളരെ കുറവുള്ള ഡക്റ്റുകളാണ്. ആൻഡ് ആൾസോ വാരിയബിൾ ഏരിയ ഡക്റ്റ്. അപ്പോൾ ഡക്റ്റിന്റെ ലെങ്ത് കുറയുക എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളൊരു ഫ്ലോ അനാലിസിസിൽ ഫ്രിക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഒരു നെഗ്ലജിബിൾ ഒരു കേസ് അല്ല. അത് ഫ്ലോയെ കണ്ടീഷനെ
significant effect in fluid friction that affects the flow condition. So that has to be taken into account while analyzing the flow. പക്ഷെ നോസിൽസ് ഡിഫ്യൂസേഴ്സ് എന്ന് പറയുന്നത് ലെങ്ത് വളരെ ഷോർട്ട് ആയതുകൊണ്ട് വി ക്യാൻ സിംപ്ലി നെഗ്ലക്ട് ദി ഫ്രിക്ഷണൽ എഫക്ട്സ്. ഷോർട്ടർ ഡക്ട്സിന്റെ കേസിലൊക്കെ അതിന്റെ എഫക്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്താലും വി ക്യാൻ അപ്രോക്സിമേറ്റ് ദി ഫ്ലോ ആസ് ഐസെൻട്രോപിക്. ഫ്ലോ കണ്ടീഷൻസ് കിട്ടി നമുക്ക് അപ്രോക്സിമേറ്റ് അതിന്റെ അനാലിസിസ് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ സ്റ്റഡി ചെയ്യാൻ പറ്റും. ബട്ട് വെൻ we are discussing when we have the longer ducts, friction negligible alla, friction neglect ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് തെറ്റായിരിക്കും. In that case you have to take into account the effect of friction in the analysis. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസാണ്, ഒരു പെർട്ടിക്കുലർ കേസ് മാത്രമാണ് നിങ്ങൾക്ക് ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ വാരിയബിൾ ഏരിയ ഡക്റ്റും നിങ്ങൾക്ക് പഠിക്കാനില്ല. only thing what we are discussing here is adiabatic flow through a constant area duct. Ductന്റെ diameter constant, അല്ലെങ്കിൽ ഏരിയ cross section constant ആയിട്ടുള്ള ഡക്ട്. പൈപ്പ് ലൈൻസും കാര്യങ്ങളൊക്കെ, പൈപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് ആണ്, അല്ല ഗ്യാസ് ഫ്ലോ ലൈൻസ് എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് ആണ്. സോ വി ക്യാൻ അനലൈസ് ദ ഫ്ലോ ആസ് വൺ ഡയമെൻഷണൽ ഇൻ സച്ച് കേസസ്. വൺ ഡയമെൻഷണൽ കേസ് ആണ്. ആക്ച്വൽ കേസിൽ യു നോ ദ ഫ്ലോ കണ്ടീഷൻസ് കോംപ്ലക്സ് ഈസ് ദിസ് 3 dimensional, ബട്ട് for simplified, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ് നമ്മൾ ഡിസ്കസ്. ദാറ്റ് ഈസ് വൺ ഡയമെൻഷണൽ ഇറ്റ് ഈസ്, ആൻഡ് ഫ്ലോ ഡക്ട് ഈസ് അഡയാബാറ്റിക്, ഇൻസുലേറ്റഡ് ആണ്. സോ ഇറ്റ് ഈസ്, വി ക്യാൻ സേ ഇറ്റ് ഈസ് അഡയാബാറ്റിക് and the area cross section is constant, and we are dealing with friction. So that is what the fan of flow is about. Okay, അതിന്റെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്ലൈഡിൽ, ഫസ്റ്റ് സ്ലൈഡിൽ കാണിക്കുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് രണ്ട് ഗ്രാഫ് കൊടുത്തിരിക്കുന്നത് that shows the compressible and incompressible flow യിൽ ഫ്രിക്ഷൻ വരുമ്പോഴുള്ള ഡിഫറൻസസ് ആണ്. You can see the Mach number plotted along the duct length, and second graph എന്ന് പറയുന്നത് pressure plotted along the duct length. What you can observe here is, in the case of compressible flow, both the Mach number vary ചെയ്ത് velocity vary ചെയ്യുന്നു. അല്ല, ഫ്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലോ കണ്ടീഷൻസ്, ഫ്ലോ വെലോസിറ്റി വേരി ചെയ്യും, അതുപോലെ തന്നെ പ്രഷറും വേരിയേഷൻ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഇൻകംപ്രസിബിൾ ഫ്ലോ, what you can see here is Mach number is having the friction is having not that much effect on the velocity, but there is pressure drop. അതാണ് ഈ പ്രഷറിന്റെ നമുക്ക് ചെറിയൊരു ഇൻക്ലിനേഷനോടെ കാണിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലോ, friction causes pressure drop. The velocity is not having that much effect. The friction is not having that much effect on the velocity. But at the same time, in the case of compressible flow, you have the friction is affecting both. The effect of friction on velocity as well as the pressure is very significant. അതാ ഒരു കേസ് മാത്രമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ തുടക്കത്തിൽ കംപ്രസിബിൾ ഫ്ലോയുടെ ഡിസ്കഷൻ തുടങ്ങിയ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറെ അസംഷൻസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അസംഷൻ? ഐഡിയൽ ഗ്യാസ്, ഐസെൻട്രോപിക്, എഫക്ട് ഓഫ് ഫ്രിക്ഷൻ ഈസ് ആബ്സെന്റ്, എഫക്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ആബ്സെന്റ്, ബോഡി ഫോഴ്സസ് ആർ ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ ജനറൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ഫ്ലോ നമ്മുടെ ഫൈനാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ അസംഷൻസ് എല്ലാം തന്നെ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. Now, one of the assumptions what we have made in the earlier classes that we are removing. ഫ്രിക്ഷൻ എഫക്ട്, ഫ്രിക്ഷണൽ എഫക്ട്സ് ഇല്ല എന്നുള്ളത് നമ്മൾ ഫ്രിക്ഷണൽ എഫക്ട്സ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഫ്ലോ സ്റ്റഡി ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡിസ്കസിങ് ഇൻ ദി ഫാൻ ഓഫ് ഫ്ലോ. അപ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ ഓൾറെഡി ആ ടൈറ്റിൽ സൈഡിൽ ഈ പറയുന്ന ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു. യു ക്യാൻ നോട്ട് ഡൗൺ ഇറ്റ്. ഫാൻ ഓഫ് ഫ്ലോ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ യു ക്യാൻ ഡിഫൈൻ ഇറ്റ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് വൺ ഡയമെൻഷണൽ steady. You know what is meant by steady? Steady compressible adiabatic flow through a constant area duct with frictional effects. It is called as fan of flow. Our steady conditions are, you know what is steady and unsteady case. Then the flow is compressible and it is adiabatic. One dimensional steady adiabatic compressible flow through a constant area duct with friction. Duct area is constant and the frictional effects is very considered in the flow. So that is what you call the called as fan of flow. Now let us see the governing equations of the fan of flow. Fan of flow governing equations, flow flow governing equations നമ്മൾ പറയുന്നതാണ് continuity. One of the governing equations what you have studied in your fluid mechanics, they are continuity, energy, momentum equation. The compressible flow governing equations ആണ് നമ്മൾ എന്ത് പറഞ്ഞു? ഈ 3 ഇക്വേഷൻ കൂടാതെ ഇക്വേഷൻ സ്റ്റേറ്റ് ആൾസോ. കാരണം pressure, temperature,
density, all these thermodynamic parameters again that വരുന്നുണ്ട്. So we consider the fourth equation governing equation ഏതാണ്? Equation state. Now when we discuss the fan of flow condition, fan of flow യിൽ നമ്മൾ അതിന്റെ governing equations ആയിട്ട് പറയുന്നത്, okay, continuity equation we can say, write the mass conservation equation valid ആണ്. So what mathematically you can write m dot as rho AC, or you can define this density, mass density or mass flux എന്ന് പറയുന്നതാണ്, mass flow rate per unit area, it is rho into C. So this is from the continuity equation. With one of the governing equation, this continuity equation or the conservation of mass is one of the governing equation of the fan of flow. Then second is energy equation. കാരണം ഇവിടെ നമ്മൾ ഹീറ്റ് അഡീഷനോ അങ്ങനെയുള്ള ഫ്ലോ അഡയാബാറ്റിക് ആണ്. ഫാൻ ഓഫ് ഫ്ലോ മീൻസ് അഡയാബാറ്റിക് ഫ്ലോ. അഡയാബാറ്റിക് ഫ്ലോ ആകുമ്പോൾ അഡയാബാറ്റിക് എനർജി ഇക്വേഷൻ ഇസ് വാലിഡ്. സോ വി ക്യാൻ റൈറ്റ് ദ അഡയാബാറ്റിക് എനർജി ഇക്വേഷൻ ആസ് എച്ച് പ്ലസ്, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞതാണ്, എച്ച് പ്ലസ് ഹാഫ് സി സ്ക്വയർ ഈക്വൽ ടു എച്ച് നോട്ട്. എച്ച് നോട്ട് എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി, ടോട്ടൽ എൻതാൽപ്പി കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ എൻതാൽപ്പി കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് അഡയാബാറ്റിക് ആണ് കേസ്. There is no addition of heat or removal of heat from the system. So we can have this energy equation. So the governing equation is the continuity equation. Second one is energy equation. The friction effects is there, so the momentum conservation is not, equation is not considered as the governing equation. And the third one is equation state. One governing equation is equation state. That we can define as, we have density, just a mathematical expression, density you can define as a function f of entropy and enthalpy. So you can relate this density to entropy and enthalpy. So equation state, normally P equal to RT, perfect gas equation. So for the time being, let us define the equation state as rho equal density as a function of entropy and enthalpy, f of S and H. So what we can understand from here is the governing equations of a fan of flow, മൂന്ന് equations ആണ്, 4 equations ഫ്ലോയുടെ പറയുന്നതിൽ വാലിഡ് ആവുന്ന ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ, എനർജി ഇക്വേഷൻ, മൊമെന്റം ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ മൊമെന്റം ഫ്രിക്ഷൻ ഉണ്ട്, മൊമെന്റം ഇസ് നോട്ട് കൺസോൾട്ടന്റ്. So now from the first equation, continuity equation, you have this mass density defined as rho into C, or you can write this flow velocity as C equal to G by rho, mass density by rho. So that you can substitute here, ഈ C ക്ക് substitute ചെയ്യാം. When you substitute it C, and also you can write this H as equal to H naught minus half C square. So that is what written here, H equal to H naught minus half C square, and for C you can substitute G by rho. So G square by rho square. For rho you can replace from the equation state. Rho is function of entropy and enthalpy. So finally what you have, enthalpy of the fluid in a fan of flow as equal to total enthalpy H naught minus G square by 2 into density square, a function of this. So now this equation, what we have is an equation of, H naught constant ആണ്, H naught എന്ന് പറയുന്നത് constant ആണ്, G എന്ന് പറയുന്നത് for a given, you can make G as a constant. അത് given flow rate consider ചെയ്ത് കഴിഞ്ഞാൽ, this equation now represents an equation in terms of H and S. H flow enthalpy, static enthalpy, S എന്ന് പറയുന്നത് entropy ആണ്. Now you have an equation in terms of enthalpy and entropy of fluid, H and HS. Other parameters here, H naught and G are constants. Now this equation, we call it as equation of the fan of flow. So fan of flow equation ആയിട്ട് ഇതിനെ നമുക്ക് പറയാം. Now this equation already പറഞ്ഞു എന്താണ് the equation, you have this variables as enthalpy and entropy. So you can consider an HS plane and plot this equation on an HS plane for a particular value of mass flux. So G value, G എന്ന് പറയുന്നതാണ് mass flow rate per unit area. So for a given mass flow rate per unit area, you can define H and S, enthalpy and entropy for different flow conditions, and you can plot the curve on a enthalpy entropy plane. അപ്പോൾ അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന ഒരു കർവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ദി ഫാനോ ലൈൻ ഓർ ഫാനോ കർവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ. ഇതെന്താണ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. യു ക്യാൻ സീ ഹിയർ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷനെ അതിനെ എൻതാൽപ്പി എൻട്രോപ്പി പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തൊക്കെയാണ്.
അതിൽ ആൻഡ് ഫോർ എ പെർട്ടിക്കുലർ ഇവിടെ പറഞ്ഞ എന്താണ് G is called mass density for a particular mass flow rate per unit area or for a given mass density or mass flux you can draw a Fano line or a Fano curve. So the for on the x-axis entropy and on the y-axis enthalpy. അപ്പോൾ ഇതിൽ ഈ കർവ് നേരത്തെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഷോക്കോവ്സിന്റെ കേസ് പറഞ്ഞപ്പോൾ ഇതും പിന്നെ റെയ്ലി കർവും കൂടി ഒരു HS പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തിട്ട് ഇന്റർസെക്ടിങ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് വി ഹാവ് റെപ്രസെന്റേറ്റ് എന്താണ് നോർമൽ ഷോക്കോവിൽ റെപ്രസെന്റ് ചെയ്തായിരുന്നു. അതിലെ ഒരു പാർട്ടാണ് ഒരു കർവാണ് ഇന്ന് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ കാണുന്നത്. സോ ദിസ് ഈസ് വാട്ട് ദി ഫാനോ ലൈൻ. ഈ T പോലെ ഇൻവേർട്ടർ T പോലെ കാണിച്ചിരിക്കുന്നത് ആ ഒരു കർവാണ് ഫാനോ ലൈൻ ഓർ ഫാനോ കർവ്. ഇനി ഇതിന്റെ മറ്റു കാര്യങ്ങൾ പറയാം. ഈ ഫാനോ കർവിന്റെ ഇവിടെ F എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ ഡിസ്കഷൻ നമുക്ക് അടുത്ത സ്ലൈഡിൽ വരും. ഈ കർവിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ആൻഡ് ഓൺ ദ ഫാനോ കർവ് യു ക്യാൻ സീ ദ പോയിന്റ് F ഹിയർ ആൻഡ് F ഈസ് കോൾഡ് ദ ലിമിറ്റിംഗ് പോയിന്റ് ആൻഡ് ഓൾസോ യു ക്യാൻ നോട്ട് ദാറ്റ് F എന്ന് പറയുന്നത് ഇതിന്റെ മാക്സിമം എൻട്രോപ്പി പോയിന്റ് ആണ്. X ആക്സിലെ എൻട്രോപ്പി എന്ന് പറഞ്ഞു. സോ F corresponds to maximum entropy point and it's called the limiting point, and at this limiting point or the maximum entropy point you have the Mach number value equal to 1. So F ile Mach number 1 ആണ്. And above the Fano curve and below the Fano curve you have two parts. ഇവിടെ എയും ബിയും രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ആൻഡ് ബി എന്ന് പറയുന്നത് ഗ്യാസിന്റെ സ്റ്റേറ്റ് ആണ്, അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഒരു ഡക്റ്റിന്റെ ഇൻലെറ്റിൽ എന്താണോ കണ്ടീഷൻസ് ആ കണ്ടീഷൻ ആണ്. എ ക്യാൻ ബി എനിവെയർ ഓൺ ദിസ് കർവ്. അതുപോലെ ബി എന്ന് പറയുന്നത് ബോട്ടം പാർട്ടിൽ ബി എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ആവാം. അപ്പൊ ഇത് ലെറ്റ് കൺസിഡർ പെർട്ടിക്കുലർ സ്റ്റേറ്റ്സ് ഓഫ് ദി ഫ്ലോ, സ്റ്റേറ്റ്സ് ഓഫ് ദി ഗ്യാസ്. എ ആണ് ഡക്റ്റിന്റെ ഇൻലെറ്റിലെങ്കിൽ ഇവിടെ എഫ് is one of the upper part of the Fano curve and the BF is the lower part of the Fano curve. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, upper part, in the upper part of the Fano curve, all the points you have the Mach number value less than 1. എന്ന് വെച്ചാൽ അപ്പർ പാർട്ട് സബ്സോണിക് ഫ്ലോയിനെയും ലോവർ പാർട്ട് സൂപ്പർസോണിക് ഫ്ലോയിനെയും റെപ്രസെന്റ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നമ്മൾ എനർജി ഇക്വേഷൻ എന്താണ്? H plus half C square equal to H naught ആണ്. H naught കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എൻതാൽപി ഹയർ വാല്യൂസ് വരുന്നിടത്ത് എന്തായിരിക്കും? H naught കോൺസ്റ്റന്റ് ആണെങ്കിൽ H ഹയർ ആകുമ്പോൾ C ലോവർ ആയിരിക്കണം, അല്ലെങ്കിൽ H ലോവർ ആകുമ്പോൾ C ഹയർ ആയിരിക്കണം. അപ്പൊ അത് ആ ഒരു ഇക്വേഷൻ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ്. ഇപ്പൊ ഈ അപ്പർ പാർട്ട് എന്ന് പറയുന്നതായിരിക്കും, ഇവിടെ H ആണ് പ്ലോട്ട് ചെയ്തേക്കുന്നത് y ആക്സിസിൽ. അപ്പർ പാർട്ടിൽ എന്താ ഹയർ എൻതാൽപി വാല്യൂസ് ആയിരിക്കും, ലോവർ പാർട്ടിൽ BF ലോവർ എൻതാൽപി വാല്യൂസ് ആയിരിക്കും. സോ ദ അപ്പർ പാർട്ട് എച്ചിന്റെ വാല്യൂ ഹയർ ആകുമ്പോൾ വെലോസിറ്റീസ് എന്തായിരിക്കും? കുറവായിരിക്കും. വെലോസിറ്റി കുറവെന്ന് വെച്ചാൽ സബ്സോണിക് കണ്ടീഷൻസിലുള്ള വെലോസിറ്റീസ് ആയിരിക്കും AF എന്നുള്ളത്. സോ at all points on the upper part AF you have the gas velocities lower than the critical velocity. അതായത് നമ്മൾ F എന്ന് പറഞ്ഞ ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ F ൽ വരുമ്പോൾ M equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? M equal to sonic velocity ആണ്. So at all the points on the upper part AF you have the gas velocity lower than the sonic velocity. That means upper part represents the subsonic velocity. And similarly on the lower part, if you take the lower part il endana enthalpy lower aanu, കാരണം higher lower enthalpy values ആയിരിക്കും lower part വരിക. അപ്പോൾ H naught constant ആയതിന്റെ പേരിൽ this gas velocities on the lower part will be higher. So the lower part then represents the supersonic flow, and supersonic flow എന്ന് വെച്ചാൽ എല്ലാ പോയിന്റ്സിലും gas velocities sonic velocity കാട് higher ആയിരിക്കും. And the limiting condition is yes. ഇനി അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താണ് F എന്ന് പറയുന്നത്? ഇതിന്റെ മാക്സിമം എൻട്രോപ്പി പോയിന്റ് ആണ്. മാക്സിമം എൻട്രോപ്പി പോയിന്റിൽ എന്താണ്? യു ഹാവ് ദി സോണിക് കണ്ടീഷൻ, M equal to 1 ആയിരിക്കും. അപ്പർ പാർട്ട് AF represents the subsonic, അതാണ് M less than 1 എഴുതിയിരിക്കുന്നത്. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് സബ്സോണിക് ഫ്ലോ കണ്ടീഷൻസ് ആയിരിക്കും. ലോവർ പാർട്ട് ഓഫ് ദ കർവ് വിൽ ബി സൂപ്പർസോണിക് ഫ്ലോ കണ്ടീഷൻ, M greater than 1. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ആരോ എന്താണ്? ആരോ രണ്ട് ആരോ, അതായത് അപ്പർ പാർട്ടിലായാലും ലോവർ പാർട്ടിലായാലും ആരോ കാണിച്ചിരിക്കുന്നത് എന്താണ്? ടുവേർഡ്സ് ദി F, അതായത് സോണിക് പോയിന്റ്സിലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? എ എന്ന എഫിലോട്ട് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ഫാനോ ഫ്ലോ പ്രോസസ് ആണ്. എ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ it follows the path AF and finally you can attain a velocity corresponding to F. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? Can anyone say? ഈ ഡയറക്ഷൻസ് ഇവിടെ കാണിച്ചിരിക്കുന്ന മീനിങ് ആർക്കെങ്കിലും പറയാമോ?
എ എന്ന് പറയുന്നതാണ്. സപ്പോസ് the fluid enter the duct at the point A. What do you mean by showing this direction towards F? Anybody? ഡിഫ്യൂസർ ആണോ തോന്നുന്നു. അല്ല, ഡിഫ്യൂസർ എന്നല്ല മീനിങ് വെച്ചാൽ ഫ്രിക്ഷന്റെ എഫക്ട്. ആക്ച്വലി നമ്മൾ ഇത് പറഞ്ഞു എന്താണ്, ഇത് ഫാനോ കർവാണ്. ഫാനോ കർവ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രിക്ഷന്റെ എഫക്ട്സിനായത് ഫ്രിക്ഷണൽ ഫ്ലോയുടെ റെപ്രസെന്റ് ചെയ്യും. ആ ഫ്രിക്ഷന്റെ എഫക്ട് ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ എ, സപ്പോസ് ദ ഡക്ട് ഫ്ലൂയിഡ് എൻറ്റർ ദ ഡക്ട് അറ്റ് എ, അതായത് എ ആണ് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റിലുള്ള ഫ്ലൂയിഡിന്റെ കണ്ടീഷൻ എങ്കിൽ ഇറ്റ് ഫോളോസ് എ എഫ് എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താന്ന് പറഞ്ഞു, എഫ് എന്നുള്ള പാർട്ടിൽ എന്താന്ന് പറഞ്ഞു, മാക് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1, സബ്സോണിക് ഫ്ലോ ആണ്. ഇനി എയിൽ നിന്ന് എഫിലോട്ട് വരുമ്പോൾ എഫിലെ വാല്യൂ എത്രയാണ്, m=1. ദാറ്റ് മീൻസ് when you travel along, when you follows from, when you start from A and reaches F, you have Mach number increases to unity. അത് ഇത് സബ്സോണിക് വെലോസിറ്റി ആണെങ്കിൽ എമ്മിൽ എത്തുമ്പോൾ 1 ആണ്. അതിന്റെ മീനിങ് എന്താണ്, ഫ്രിക്ഷൻ എഫക്ട് എന്താണ് ഫ്ലോയിൽ ഉണ്ടാവുന്നത്. At the point A you have subsonic velocity. When it reaches ഡക്റ്റിന്റെ എക്സിറ്റ് ആണെന്ന് വെക്കുക, എഫ് എന്ന് പറയുന്നത് ഡക്റ്റിന്റെ എക്സിറ്റ് ആണെന്ന് വെക്കുക, എഫ് വരുമ്പോൾ മാക് നമ്പർ 1 ആവുമെന്ന് വെച്ചാൽ what do you mean by saying that you have a Mach number of 1? അതിന്റെ മീനിങ് എന്താണ്, the effect of friction is to accelerate. അല്ലല്ല, ഫ്രിക്ഷന്റെ എഫക്ട് എന്ന് പറയുന്ന ഫ്ലോയെ ആക്സിലറേഷൻ ആണ്. ഫ്ലോ ഫ്രിക്ഷൻ കോസസ് ദി ആക്സിലറേഷൻ ഓഫ് ദ ഫ്ലോ. കാരണം എയിൽ സബ്സോണിക് വാല്യൂ ആണ്, ഡക്റ്റിന്റെ ഇൻലെറ്റില് ഡക്റ്റിന്റെ എക്സിറ്റില് എഫ് എന്നുള്ള കണ്ടീഷൻ എഫ് ആവാം, അല്ലെങ്കിൽ ഈ എ കഴിഞ്ഞിട്ടുള്ള ഏത് പോയിന്റ്, ഇപ്പോ ഇവിടെ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ സപ്പോസ് അത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ഡക്ട്, ഏത് സ്റ്റേറ്റിലാണ് എക്സിറ്റ് ആവുന്നത്. ഇപ്പൊ ഇവിടെയാണ്, സപ്പോസ് യു ഹാവ് ദി ഇൻലെറ്റ് കണ്ടീഷൻ ലൈക്ക് ദിസ്. ഇതാണ് ഞാൻ പറഞ്ഞ എ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി എക്സിറ്റിലെ കണ്ടീഷൻ എനിക്കറിയില്ല, ഇത് ലെറ്റ് ദിസ് ബി എക്സിറ്റ്, ഡക്റ്റിന്റെ എക്സിറ്റില്. ഈ ഡക്റ്റിന്റെ എക്സിറ്റില് നമുക്ക് സോണിക് കണ്ടീഷൻ ആണെങ്കിൽ m=1 ആണെങ്കിൽ എയിലെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു, എയിലെ കണ്ടീഷനിൽ യു ഹാവ് മാക് നമ്പർ ഹിയർ ലെസ് ദാൻ 1. So you have the effect of friction is to accelerate the flow. A in the F എന്നുള്ള പോയിന്റിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ we have attaining a Mach number of 1. That means subsonic Mach number in the Mach number 1 വരിക എന്ന് വെച്ചാൽ ഫ്ലോ വെലോസിറ്റി കൂടുക. വെലോസിറ്റി കൂടുതൽ എന്താ പറയുന്നത്, ഫ്ലോ is getting accelerated due to friction. ഇനി ഇവിടെ താഴത്തെ എടുക്കാം, താഴത്തെ ഈ പോയിന്റ് സപ്പോസ് യു ആർ ഹാവിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ഗ്യാസ് അറ്റ് ദ ഇൻലെറ്റ് ആസ് ബി. എന്ന് പറയുന്നത് സൂപ്പർസോണിക്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ലോവർ പാർട്ട് എന്ന് പറയുന്നത് സൂപ്പർസോണിക് ആണ്. ഇത് മാക് നമ്പർ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു. അപ്പൊ ബിയിലെ മാക് നമ്പർ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ആൻഡ് ദ ഡയറക്ഷൻ ഇവിടെയും കാണിച്ചിരിക്കുന്നത് ടുവേർഡ്സ് എഫ് ആണ്. സോ വെൻ ഇറ്റ് റീച്ചസ് ദ പോയിന്റ് എഫ്, ഇഫ് എഫ് ഇസ് ദ പോയിന്റ് വേർ ദ ഫ്ലൂയിഡ് ഗെറ്റ് എക്സിറ്റ് ഫ്രം ദ ഡക്ട്, what you have is Mach number decreasing from a supersonic Mach number to sonic Mach number. So we have Mach number decreases. Mach number decreases എന്ന് പറയുന്നത് velocity decrease ചെയ്യുന്നു. അതിന് ആ പ്രോസസ് എന്താണ്, ഡീസലറേഷൻ ആണ്. So the friction causes deceleration of a supersonic flow, whereas it accelerates a subsonic flow. ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫ്രിക്ഷന്റെ എഫക്ട് നമ്മൾ കംപ്രസിബിൾ ഫ്ലോയുടെ കേസാണ് പറയുന്നത്. എഫക്ട് ഓഫ് ഫ്രിക്ഷൻ ഈസ് ടു ആക്സിലറേറ്റ് എ സബ്സോണിക് ഫ്ലോ, വെറാസ് friction causes the deceleration of a supersonic flow. ഇനി ഇപ്പൊ നമുക്ക് തിരിച്ച് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്, വൈ it can't be like this. എന്തുകൊണ്ട് നമുക്ക് തിരിച്ച് പാടില്ല? Can you point out any reason? ഈ ഡയറക്ഷൻസ് രണ്ട് കേസ്, അതായത് ലോവർ പാർട്ടിലായാലും അപ്പർ പാർട്ടിലായാലും ആരോ കാണിച്ചിരിക്കുന്നത് ടുവേർഡ്സ് എഫ് ആണ്. തിരിച്ചുള്ള പ്രോസസ് ഇസ് ഇറ്റ് പോസിബിൾ? Can you ചോക്കിംഗ് കണ്ടീഷൻ അല്ല, ചോക്കിങ്ങും കാര്യങ്ങളും അല്ല പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ അപ്പർ പാർട്ടിൽ പറഞ്ഞു എന്താണ്, സബ്സോണിക് ഫ്ലോ കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു, ലോവർ പാർട്ടിൽ സൂപ്പർസോണിക് ഫ്ലോ കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് വെദർ ഇറ്റ് ഈസ് സബ്സോണിക് ഓർ സൂപ്പർസോണിക് ഫ്ലോ, യു ഹാവ് ദി direction of flow from the direction of flow towards F. It is not away from F. തിരിച്ചുള്ള പ്രോസസ്, അതായത് എഫിൽ നിന്ന് എയിലോട്ട് വരുന്ന രീതിയിൽ ഫ്ലോ പ്രോസസ് ഫാനോയിൽ പ്രോസസ്സുകളാണോ, അല്ലെങ്കിൽ എഫിൽ നിന്ന് ബിയിലോട്ട് വരുന്ന, ഞാൻ ഈ ബ്ലൂ ആരോ കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഡയറക്ഷനിൽ ഫ്ലോ പ്രോസസ് പോസിബിൾ ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്? നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നതാണ്. തെർമോഡൈനാമിക്സ് എന്ന് പറയാം. തെർമോഡൈനാമിക്സിലെ സെക്കൻഡ് ലോ എന്താണ്? സെക്കൻഡ് ലോ പ്രിൻസിപ്പിൾ എന്താണ്? എൻട്രോപ്പി. വാട്ട് ഈസ് എൻട്രോപ്പി പ്രിൻസിപ്പിൾ?
Entropy always increasing, sir. ഏതോ കേട്ടില്ല. Entropy always increasing. റൈറ്റ് റൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രിക്ഷണൽ പ്രോസസ് ആണ്. A to F ആയാലും B to F ആയാലും ഇറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫ്ലോ. ഫ്രിക്ഷന്റെ എഫക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. നമ്മൾ അഡയാബാറ്റിക് എന്ന് പറയാൻ കാരണതാണ് ഇറ്റ് ഈസ് നോട്ട് റിവേഴ്സിബിൾ അഡയാബാറ്റിക് ഫ്ലോ. ഇറ്റ് ഈസ് അഡയാബാറ്റിക് ഫ്ലോ. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ആൻഡ് ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്താണ് റൂൾ? എന്താണ്? എൻട്രോപ്പി ചേഞ്ച് ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എ നിന്ന് എഫിലോട്ട് വരുമ്പോൾ എനിക്കറിയാം ഇവിടെ എൻട്രോപ്പി പ്ലോട്ട് ചെയ്തേക്കുന്നത് എൻട്രോപ്പി ഇൻക്രീസ് വെദർ യൂസ് ഫോളോസ് AF or BF. ബട്ട് വെൻ യു follow the path F to A or F to B, what you can see here is direction എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്ലൂ ആരോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. That is not permitted, that is not possible, or it is the violation of the second law of thermodynamics. So we can say എന്താണ്? You cannot follow the path FA or FB. വേറെ കാര്യം കൂടി പറയാം. ഇവിടെ നമ്മള് സപ്പോസ് സബ്സോണിക് ഫ്ലോ ഡക്റ്റിന്റെ ഇൻലെറ്റില് സബ്സോണിക് വെലോസിറ്റി ഉള്ള കേസ് എടുക്കുക. M less than 1 ആണ്. And you have when it flows through the duct, ഡക്റ്റിന്റെ എക്സിറ്റിലെ വെലോസിറ്റി എന്തായിരിക്കും? ഇൻലെറ്റിനെക്കാട്ട് കൂടും. അതായത് സബ്സോണിക് ഫ്ലോ ആണ്, ആക്സിലറേഷൻ വരും. അപ്പൊ ഡക്റ്റിന്റെ എക്സിറ്റിലെ വെലോസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഇൻലെറ്റ് വെലോസിറ്റി. അതിന്റെ ലിമിറ്റിംഗ് കണ്ടീഷൻ ആണ് നമുക്ക് എത്രത്തോളം ആക്സിലറേഷൻ. നമ്മൾ പറഞ്ഞതാണ് സബ്സോണിക് ഫ്ലോയെ ഫ്രിക്ഷൻ ആക്സിലറേറ്റ് ചെയ്യും. ആൻഡ് യു ക്യാൻ ആക്സിലറേറ്റ് അപ് ടു F. പക്ഷേ ഈ പാത്താണെങ്കിൽ ഇപ്പൊ A to F വന്ന് F തിരിച്ച് വീണ്ടും ബിയിലോട്ട് പോവാം, ബിയിലോട്ട് വേണേൽ പോവാമെന്നുള്ള ക്വസ്റ്റ്യൻ വരും. അതിന്റെ റീസൺ എന്താണ്? ഇത് തന്നെയാണ്. A എഫിലോട്ട് when it reaches the limiting point you have the maximum entropy. അപ്പൊ അത്ര മാക്സിമം എൻട്രോപ്പി ചേഞ്ച് ഉണ്ട്. പിന്നെ പാത്ത് എങ്ങനെയാണ് എടുക്കുന്നത്? പിന്നെ പാത്ത് തിരിഞ്ഞ് entropy decrease in direction out and that is not possible. So you can accelerate a subsonic flow up to the sonic point. Similarly, you can decelerate a supersonic flow up to sonic point. ഈ സൂപ്പർസോണിക് ഫ്ലോയിൽ സബ്സോണിക് ഫ്ലോ ആയിട്ട് ഫ്രിക്ഷൻ ഡീസലറേറ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഫ്രിക്ഷന്റെ എഫക്ട് സബ്സോണിക് ഫ്ലോയെ സൂപ്പർസോണിക് ഫ്ലോ ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യത്തില്ല. രണ്ട് കേസിൽ എന്താണ് ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? മാക്സ് നമ്പർ ഈക്വൽ ടു വെദർ ഇറ്റ് ഈസ് എ സൂപ്പർസോണിക് ഫ്ലോ or a subsonic flow, effect of friction is to change the Mach number to unity. Subsonic flow ആയാലും supersonic flow condition ആയാലും friction ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? That will change the Mach number. And the change the Mach number എന്ന് പറയുന്നത് subsonic flow ആണെങ്കിൽ Mach number increase ചെയ്യും, supersonic flow ആണെങ്കിൽ Mach number decrease ചെയ്യും. രണ്ട് കേസിലും അറ്റൈൻ ചെയ്യാവുന്ന ലിമിറ്റിംഗ് Mach number. Subsonic flow കേസ് ആണെങ്കിൽ maximum Mach number എന്ന് പറയാം. സൂപ്പർസോണിക് ഫ്ലോയുടെ കേസിലാണെങ്കിൽ മിനിമം മാക് നമ്പർ അറ്റൈനബിൾ അറ്റ് ദ ഡക്ട് എക്സിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോണിക് കണ്ടീഷൻ ആണ്. അതാണ് ഈ കർവിന്റെ ഇത്. അപ്പൊ മറ്റു കാര്യങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ്? ലോവർ പാർട്ടിൽ ഇവിടെ എന്തായിരിക്കും? ഓൾ ദ വെലോസിറ്റീസ് വിൽ ബി ഗ്രേറ്റർ ദാൻ സോണിക് വെലോസിറ്റി. ആൻഡ് ഓൺ ദി അപ്പർ പാർട്ട് ഓൾ ദ വെലോസിറ്റീസ് വിൽ ബി ലെസ് ദാൻ ദി സോണിക് വെലോസിറ്റി. അപ്പൊ ഇത് സബ്സോണിക് പാർട്ട്, ഇത് സൂപ്പർസോണിക് പാർട്ട്. F എന്ന് പറയുന്നത് ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? S max. This is the point where the entropy is maximum. Okay. ഈ ഫാനോ കർവിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഹലോ സാർ. സാർ ഇപ്പൊ എനിക്കൊരു സംശയം വന്നത്, ഇതെന്തായാലും കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് ആണല്ലോ. അതെ അതെ അതെ. അപ്പോ പിന്നെ നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ സ്പീഡ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റ് ഫോഴ്സ് അല്ല, അത് എപ്പോഴും കുറയ്ക്കാനല്ലോ നോക്കുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാ മുകളിലത്തെ ഭാഗം ഇതാണ് സ്പീഡ് കൂടും? അതാണ് നമ്മൾ ആദ്യത്തെ സൈഡിൽ പറഞ്ഞ എന്താണ് ഫ്രിക്ഷന്റെ എഫക്ട് എന്ന് പറയുന്നത്. കംപ്രസിബിൾ ഫ്ലോയിലും ഇൻകംപ്രസിബിൾ ഫ്ലോയും ഡിഫറെന്റ് ആണ്. കാരണം എന്താണ്? കംപ്രസിബിൾ ഫ്ലോയിലെ ഡെൻസിറ്റി ഇൻകംപ്രസിബിൾ ഫ്ലോയിലെ ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി ഇസ് നോട്ട് സിഗ്നിഫിക്കന്റ്. നമ്മുടെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഡെൻസിറ്റിയുടെ എഫക്ട് ഫ്ലോയിൽ ഇല്ല. പക്ഷെ കംപ്രസിബിൾ ഫ്ലോ വരുമ്പോൾ ഡെൻസിറ്റി വേരിയേഷൻസ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്. അത് ഡെൻസിറ്റി മാറുന്നതനുസരിച്ച് അതിന്റെ ഫ്ലോയുടെ ഫ്ലോ കണ്ടീഷൻസ് മാറുന്നുണ്ട്. നമ്മൾ ഇതേ ഡിസ്കഷൻ നമ്മൾ ഐസോട്രോപിക് ഫ്ലോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സാധാരണ ഒരു ഡക്റ്റിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ആക്സിലറേറ്റഡ് ഫ്ലോ ആണെങ്കിൽ കൺവെർജിംഗ് ഡക്റ്റ് ആയിരിക്കും, ഡിസലറേറ്റഡ് ഫ്ലോ ആണെങ്കിൽ ഡൈവേർജന്റ് ഡക്റ്റ് ആയിരിക്കും നമ്മൾ ഇൻകംപ്രസിബിൾ ഫ്ലോയിൽ പറയും. പക്ഷേ കംപ്രസിബിൾ ഫ്ലോ വരുമ്പോൾ യു ഹാവ് സീൻ ദാറ്റ് യു കനോട്ട് പ്രെഡിക്ട് സിംപ്ലി ഓൺ ദാറ്റ്. അവിടെ എന്ത് എഫക്ട് വരുന്നുണ്ട്? ഡെൻസിറ്റിയുടെ എഫക്ട് വരുന്നുണ്ട്. ബിക്കോസ് ദ ഫ്ലോ ഈസ് compressible. When the flow is compressible, effect of density is significant. So when the density effects are taken into account, the flow behavior is different from incompressible. നിങ്ങൾ പറഞ്ഞ കേസ്
ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ കേസിലാണെങ്കിൽ ശരിയാണ്. കാരണം നമുക്ക് പ്രഷറിന്റെ അവിടെ പ്രഷർ ഡ്രോപ്പ് വരും, വെലോസിറ്റി കാര്യമായിട്ട് സിഗ്നിഫിക്കന്റ് ആവത്തില്ല. ബട്ട് ദ പ്രഷർ ഡ്രോപ്പ് ഇസ് ദർ വെൻ ദ ഫ്രിക്ഷൻ ഈസ് പ്രസന്റ് ഇൻ എ ഫ്ലോ. ഇഫ് ദി flow condition is incompressible. The compressible flow case is the entirely is different. Okay. Okay, sir. Okay. പിന്നെ അതുപോലെ തന്നെ വേറെ ഇതിന്റെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ലിമിറ്റിംഗ് നമ്മൾ പറഞ്ഞത് എഫ് എന്ന് പറയുന്ന ലിമിറ്റിംഗ് കണ്ടീഷൻ ആണ്. that you can attain at the duct exit. So when you attain the limiting condition of the duct exit, the pressure there will be എന്തായിരിക്കും? P aspect എന്ന് പറയുന്നത് critical pressure. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ ബേസിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സ്ലൈഡിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ദാറ്റ് യു ക്യാൻ റീഡ്. നൗ ലെറ്റ് us നമ്മളിവിടെ പറഞ്ഞ എന്താണ് എഫ് എന്ന് പറഞ്ഞ പോയിന്റിൽ വാട്ട് ഐ സെഡ് ഈസ് മാക് നമ്പർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. സോ ദാറ്റ് യു ക്യാൻ മാത്തമാറ്റിക്കലി ഗീവ് എ പ്രൂഫ് ഫോർ ദാറ്റ്. ആ മാത്തമാറ്റിക്കൽ പ്രൂഫ് ആണ് അടുത്ത ഈ സ്ലൈഡിൽ കാണുന്നത്. സോ ലെറ്റ് us now consider the Fano curve and a small region here. ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഇത്രയും ഒരു ചെറിയൊരു പോർഷൻ Fano curve ചെറിയൊരു പോർഷൻ in the vicinity of this limiting point. Let us consider this much region. ഇത്രയും മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി ഈ ചെറിയ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ അറിയാം ഓൾമോസ്റ്റ് നോർമൽ ആണ് ഈ ചെറിയ പോർഷൻ. സോ ദാറ്റ് ഫോർ ഇൻഫിനിറ്റസിമൽ റീജിയൻ യു ക്യാൻ അപ്രോക്സിമേറ്റ്ലി സേ ds equal to 0. അപ്പോൾ ഇവിടെ എൻട്രോപ്പി ചേഞ്ച് ഇവിടുത്തെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ഈ ക്ലോസർ ചെറിയ ഡിഫറൻഷ്യൽ എലമെന്റ് we could take. For that differential element we can say entropy change is ds is 0. So now let us write the continuity equation. Continuity equation നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇതിൽ ഒരു ടൈം ആക്ച്വലി ഒരു ടൈം കൂടി ഇവിടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കന്റ് ഹിയർ. ഏതാണ് ഒരു ടൈം എന്ന് പറയുന്നത്? d(ρ)(ρ) പ്ലസ് dc/c. ഒരു ടൈം ഇവിടെ മിസ്സിംഗ് ഉണ്ട്. അത് ഏതാ? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിറൈവ് ചെയ്തതാണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ റോ എസ് റൈറ്റ് da/a. അതിവിടെ ഞാൻ ഒമിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? that I removed from here, right? ഇതില്ല, da ഇല്ല, കാരണം ഏരിയ ചേഞ്ച് ഇല്ല. So that is not relevant here. So the continuity equation for Fano, in the case of Fano flow, you can write as d(ρ)(ρ) plus dc/c equal to 0. That you can rearrange the terms and obtain for a relation for dc. dc എന്ന് പറയുന്നത് -c into d(ρ)(ρ) എന്ന് എഴുതാം. Now this second equation, what you can write is energy equation for this differential flow region. ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് നേരത്തെ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. h plus half c square equal to ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണത്. h plus half c square equal to constant അല്ലേ? equal to constant ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടും dh plus edc equal to 0. So that you can rearrange and write dh as equal to minus edc. Then ഈ dh എന്ന് പറയുന്നത് എന്താണ്? cp into dt. So cp into dt equal to minus t into dc. That you can write like this. Now this relation you have studied in your thermodynamics. Thermodynamics നിങ്ങൾ പഠിക്കുന്നത് TdS equal to cp dt minus dp by rho. So you have studied this in your thermodynamics. You can combine these equations cp dt minus dp rho. ഇവിടെ നമ്മൾ ഇക്വേഷനിൽ ഇവിടെ പറഞ്ഞു എന്താണ് ഈ റീജിയനിൽ എന്താണ് ds you can approximate as 0 for this small elemental region. You can say ds is 0. So if ds is 0, what you can write is ഈ ടേമിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയി cp dt minus dp by rho equal to 0. Then cp dt equation ഇവിടെ cp dt എന്ന് പറയുന്നത് minus cdc ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതിനെ വരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that you substitute it, you have cdc equal to minus dp by rho. Now this dc ക്ക് നമുക്ക് നേരത്തെ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. dc is minus c into dp by rho. That you can substitute here. So it becomes minus c square d(ρ) by rho equal to minus dp by rho. So you can cancel out this negative signs കളയാം. And when you simplify it, you get c square is equal to dp by rho. Or c square equal to dp by rho നമ്മൾ എന്താണ് ഐസെൻട്രോപിക് ആണ്. നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റ് റീജിയൻ നമ്മൾ ഐസെൻട്രോപിക് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. So it is dp by d rho isentropic. And what is this dp by d rho?
നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. സോണിക് വെലോസിറ്റി A equal to square root of dp by 0. dp by 0. Isentropic. Isentropic എടുത്ത് അതാണല്ലോ. So c square equal to a square you have, or c square by a square is m square, which is equal to 1, or m equal to 1. So this is what the mathematical proof that you can give for this limiting point. ഇവിടെ എഫിലെ 1 ആണ് മാക് നമ്പർ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള mathematical proof ആണ് that you go through this. Now let us discuss the choking. നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ ആര് ചോക്കിംഗ് എന്ന് പറഞ്ഞു. നമ്മൾ ചോക്കിംഗ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചോക്കിംഗ് ഇൻ ഐസോട്രോപിക് ഫ്ലോ? ചോക്കിംഗ് എന്താണ് ഐസോട്രോപിക് ഫ്ലോയിൽ? നമുക്ക് ഇതിലോട്ട് വരാം. നമ്മൾ ചോക്കിംഗ് എന്നുള്ളത് നേരത്തെ കേട്ടിട്ടുള്ള ടൈമാണ് ചോക്കിംഗ്. സോ വാട്ട് ഡു യു മീൻ ബൈ ചോക്കിംഗ്? മാക് നമ്പർ 1 ആവുന്ന കണ്ടീഷൻ. മാക് നമ്പർ 1 ആവുന്ന കണ്ടീഷൻ. ഓക്കെ, മാക് നമ്പർ 1 അവിടെ അത് നോസിൽ ചോക്ക്. വാട്ട് ഡസ് ഇറ്റ് മീൻ? മാക് നമ്പർ 1 ആണ് ആക്ച്വലി മാക് നമ്പർ 1 വരുന്നത്. എവിടെ 1 ആവുന്നത്? സപ്പോസ് യു ഹാവ് എ കൺവർജന്റ് നോസിൽ. എവിടെയാണ് മാക് നമ്പർ 1 എന്നുള്ള രീതിയാണ് എഴുതുന്നത്? ഇൻലെറ്റ് ആണോ എക്സിറ്റ് ആണോ? Exit. If it is a convergent divergent nozzle, where will be the Mach number equal to 1 when the nozzle is stopped? Convergent divergent duct ആണെങ്കിൽ എവിടെയാണ് Mach number value 1 ആവുന്നത്? Throttle, right. Throttle. So when you have that sonic condition reaching at the exit in a convergent duct or at the throat in a convergent divergent duct, what is the effect of, what is the result of it? നമ്മൾ എന്താണ് ചോക്ഡ് എന്ന് പറയുന്നത്? അതൊരു വേറെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന വേറെ കാര്യമുണ്ട്. ചോക്കിംഗ് ഉണ്ടായത് മാക് നമ്പർ 1 എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അതുകൂടെ അതിന്റെ കൂടെ പറഞ്ഞാലാണ് മാക് നമ്പർ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു ആൻസർ കൊടുക്കാം. മാക് നമ്പർ when the nozzle is stopped, Mach number equal to 1. That you can say. That is correct. വെലോസിറ്റി എന്ന് പറയുന്നത് c സ്റ്റാർ ആവും. അല്ല, അത് ഓക്കെ. അത് മാക് നമ്പർ 1. അത് മാക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാം വെലോസിറ്റി ഈക്വൽ ടു a. That means velocity equal to sonic velocity. അതല്ല, അല്ലാതെ സോണിക് കണ്ടീഷൻ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ വാട്ട് അബൌട്ട് ദി ബാക്ക് പ്രഷർ? ബാക്ക് പ്രഷർ വേരിയേഷൻ എഫക്ട് ചെയ്തില്ലേ? The effect of back pressure once the sonic condition is attained at the exit, the effect of back pressure on the duct എന്ന് പറയുന്നുണ്ടാവില്ല. You don't have the back pressure. വീണ്ടും നമ്മൾ വേരി ചെയ്താലും അതിന് കുറച്ചാലും ഡക്റ്റിലെ ഫ്ലോ ചെയ്യാതെ എഫക്ട് ചെയ്യത്തില്ല. ഡക്റ്റില് പിന്നെ ഇപ്പൊ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് മാക്സിമം ആയി കഴിഞ്ഞു. യു കനോട്ട് ചേഞ്ച് ദ മാസ് ഫ്ലോ റേറ്റ്, യു കനോട്ട് ഇൻക്രീസ് ദ മാസ് ഫ്ലോ റേറ്റ് ബിയോണ്ട് ദാറ്റ്. സോ ദാറ്റ് ഈസ് വാട്ട് was talking when we discuss the nozzles ഐസോട്രോപിക് ഫ്ലോ കേസിൽ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഡക്ട് ഫ്ലോ വരുമ്പോൾ കേസിൽ നമുക്ക് ചോക്ഡ് കണ്ടീഷൻ പറയാം. ഇവിടെയും ഡക്റ്റിലെ കേസിലായാലും ചോക്ഡ് ഫ്ലോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഈ ഫിഗറിൽ നോക്കുക. You have this Mach number equal to m1 equal to m. ഇത് ഇൻലെറ്റ് കണ്ടീഷൻ, ഡക്റ്റിന്റെ ഇൻലെറ്റ് കണ്ടീഷൻ ആണ്. എക്സിറ്റ് 2 എന്നുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇഫ് ദിസ് Mach number at the exit is equal to 1, you can use the condition of choke. ഈ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് നോക്കി. ദിസ് ഇസ് ദി മാക്സിമം ലെങ്ത് ഓഫ് ദി ഡക്ട്. അത് ഈ ചോക്ഡ് ഫോർ ദ ഗിവൺ ഇൻലെറ്റ് കണ്ടീഷൻ, length of the duct required to obtain a Mach number of unity at the exit, that will be the maximum duct length or the critical duct length. അപ്പോൾ ഈ ഒരു അറ്റൈൻമെന്റ് ഓഫ് എക്സിറ്റ് Mach number, യൂണിറ്റി Mach നമ്പറിനെയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കഷനിലോട്ട് നമുക്ക് പറയാം. So when critical condition is reached at the exit, you have the choking condition. Duct is said to be chocked. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെങ്ത്. ഇപ്പൊ നമ്മൾ ഡക്റ്റിലെ m1 ആണ്, എക്സിറ്റിലെ മാക് നമ്പർ, സപ്പോസ് ദിസ് ഡക്റ്റിലെ മാക് നമ്പർ, എക്സിറ്റിലെ മാക് നമ്പർ ഇതല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഈ ഡക്റ്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഡിസ്കഷൻ. സോ ദ മാക്സിമം, സോ ജസ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഈസ് ക്രിട്ടിക്കൽ മാക് ലെങ്ത്, ക്രിട്ടിക്കൽ ഡക്ട് ലെങ്ത് ഓർ ദി മാക്സിമം ഡക്ട് ലെങ്ത്. സോ
The critical duct length is the duct length required for the exit Mach number to reach unity. Okay. അപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഡിസ്കഷനിലോട്ട് വരാം നമുക്ക്. സപ്പോസ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ഇൻക്രീസ് ദ ഡക്ട് ലെങ്ത് ബിയോണ്ട്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ പറയും. അപ്പോൾ നമുക്ക് ഇതാണ് എൽ മാക്സ് നമ്മൾ പറഞ്ഞു. സപ്പോസ് യു ഹാവ് ദി ഗിവൺ മാക് നമ്പർ ആസ് M1 ആൻഡ് ദിസ് ഈസ് M2 ഈക്വൽ ടു 1. അപ്പോൾ ഇത് രണ്ട് സെക്ഷൻസ് തമ്മിലുള്ള ലെങ്ത് എന്തായിരിക്കും? എൽ മാക്സ് ആയിരിക്കും. ഈ കറസ്പോണ്ടിങ് ടു M1. ഇനി M1ന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഈ എൽ മാക്സിന്റെ വാല്യൂ മാറും. അപ്പോൾ ഗിവൺ ഇൻലെറ്റ് കണ്ടീഷൻ the duct length is cause of the exit Mach number equal to unity, that is L max. Now what will happen if you increase this beyond this? duct length ഞാൻ വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അതാണ് നമുക്ക് ഈ ചോക്കിംഗ് എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഡയഗ്രാം നോക്കുക. ഡയഗ്രത്തിൽ അത് മുമ്പ് ആക്ച്വലി വാട്ട് ഹാപ്പൻ can you explain it? ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിലും പറയാൻ പറ്റുള്ളൂ. L max എന്താണെന്ന് പറഞ്ഞു. ഡക്റ്റിന്റെ എക്സിറ്റ് ലെങ്ത്. No, you have a duct, and for the given inlet condition, you are having Mach number equal to 1 at the exit. അപ്പോൾ ആ ലെങ്ത് ക്രിട്ടിക്കൽ ലെങ്ത്തിനെക്കാട്ട് കൂട്ടിക്കഴിഞ്ഞാൽ what will happen then? Any idea? Okay. So let us now ഈ ഡയഗ്രത്തിൽ നോക്കുക. ഇവിടെ ദിസ് ഇസ് 1. ഇവിടെ സ്റ്റേറ്റ് 1 കാണിച്ചത് ദി ഡക്റ്റിലെ ഇഗ്ലെറ്റിലെ പോയിന്റ് ആണ്. ആൻഡ് ദ ഫാൻ ഓഫ് ഫ്ലോ സപ്പോസ് ദ മാക് നമ്പർ ഇസ് ലെസ് ദാൻ 1. അതായത് സബ്സോണിക് ഫ്ലോ ആണെന്ന് വിചാരിക്കുക. let us say the condition of flow is subsonic. So you upper part മാത്രം ഇവിടെ ഫാൻ ഓഫ് ഫ്ലോയുടെ അപ്പർ പാർട്ട് മാത്രം ഇവിടെ കാണിച്ചിട്ടുള്ളൂ. So you have the duct inlet condition as 1, and for subsonic flow it moves along 1 dash. Why 1 dash എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? അതിന്റെ limiting point. So here you have the critical point, and this curve represents the Fano curve for a value G1. നമ്മൾ അവിടെ പറഞ്ഞു ആ ഇക്വേഷൻ എടുത്തപ്പോൾ പറഞ്ഞു എന്താണ് ഇവിടെ G എന്ന് പറയുന്ന പാരാമീറ്റർ ഇമ്പോർട്ടന്റ് ആണ്. G എന്ന് പറയുന്നത് എന്തായിരുന്നു? മാസ് ഡെൻസിറ്റി. So it depends on the value of the mass density. ഞാൻ അവിടെ പറഞ്ഞു എന്താണ്? This Fano curve you can plot for different G values for a given mass flow rate per unit area. You can plot a Fano curve. But G യുടെ വാല്യൂ മാറ്റി മാസ് ഫ്ലോ റേറ്റ് മാറ്റി കഴിഞ്ഞാൽ വേറൊരു Fano curve ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ Fano curveന്റെ ലൊക്കേഷൻ എവിടെ ആയിരിക്കും? ജിയുടെ വാല്യൂ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? എന്താൽപി കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? ഇഫ് യു ഇൻക്രീസ് ദ മാസ് ഫ്ലോ റേറ്റ് പെർ യൂണിറ്റ്, ഇഫ് യു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ജി, വാട്ട് വിൽ ഹാപ്പൻ? എന്താൽപി ജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താൽപിക്ക് എന്താ പറ്റും? ഹലോ, what will happen if mass flux is increased? Enthalpy decrease or increase? Decrease അല്ലേ സർ? Enthalpy will decrease. കാരണം ജിയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് എച്ച് മാറും. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സി ഇതിലോട്ട് വരുന്നതിന് മുമ്പിൽ കാണിക്കും. ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. So if you plot another curve, ഇവിടെ തന്നെ നോക്കിയാലും മതി. ഇവിടെ നോക്കിയാൽ ഇവിടെ എച്ചിന്റെ വാല്യൂ ജിയുടെ വാല്യൂ ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ you will get another Fano curve. ആ Fano curve എവിടെ ആയിരിക്കും? ഈ ജിയുടെ റൈറ്റ് സൈഡിലായിരിക്കും, ഈ Fano curve റൈറ്റ് സൈഡിലായിരിക്കും, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഇഫ് യു ഇൻക്രീസ് ജി, എനിക്ക് ഇങ്ങനെ ഒരു Fano curve വരയ്ക്കാം, വേറൊരു Fano curve ഇതുപോലെ വരയ്ക്കാം, ഇതിന്റെ അകത്ത് ഒരെണ്ണം വരയ്ക്കാം. ഏതായിരിക്കും ഹയർ ജി വാല്യൂ, ഏതാണ് ലോവർ ജി വാല്യൂ വരിക? ഇപ്പൊ 3 Fano curve ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ. ദിസ് ഈസ് ഫോർ G1, this is for G1, the G2, and let us say this for G3. This will be the higher mass flow rate. ഈ 3 G1, G2, G3, അകത്തെ G3, ഏറ്റവും ഔട്ടർമോസ്റ്റ് ഉള്ളത് G1, നടുക്കുള്ളത് G2. ഇതിൽ ഏത് Fano curve കേസിലായിരിക്കും മാസ് ഫ്ലോ റേറ്റ് ഹയർ വരിക?
ആലോചിക്കാനൊന്നുമില്ല. ഇത് എൻതാൽപ്പി അല്ലേ, എൻതാൽപ്പിയാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എവിടെയാണ് ഹയർ എൻതാൽപ്പി ഉണ്ടാവുക? അകത്തെ കർവിലാണോ, ഇന്നർ കർവിലാണോ, ഔട്ടർ കർവിലാണോ ഹയർ എൻതാൽപ്പി വാല്യൂസ് വരിക? ഈ സബ്സോണിക് എടുത്തു കഴിഞ്ഞാല് ഔട്ടറിൽ. സോ ദി ഔട്ടർ ഫാനോ കർവ് ആയിരിക്കും എൻതാൽപ്പി. This Fano curve represents the Fano curve with lower mass flow rate. അപ്പർ ഇതിൽ ഇവിടെ എൻതാൽപ്പി വാല്യൂസ് കൂടുതലുള്ളത് മാസ് ഫ്ലോ റേറ്റ് കുറവായിരിക്കും. അകത്തെ കർവിന്റെ മാസ് ഫ്ലോ റേറ്റ് കൂടുതലായിരിക്കും. മാസ് ഡെൻസിറ്റി ജി വാല്യൂ കൂടുതലായിരിക്കും. ഇതിന്റെ മാസ് ഡെൻസിറ്റി ജി വാല്യൂ ലോവർ ആയിരിക്കും. സോ ദാറ്റ് അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഡക്റ്റിന്റെ ലെങ്ത് സപ്പോസ് യു ഇൻക്രീസ് ബിയോണ്ട് ക്രിട്ടിക്കൽ ലെങ്ത്, what is going to happen is it will change to another Fano curve. കാരണം നമുക്ക് ഇന്നർ കണ്ടീഷൻസ് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇന്നർ കണ്ടീഷൻസ് നിയമമാണ്. പിന്നെ പോസിബിലിറ്റി എന്ന് പറയുന്ന മാസ് ഫ്ലോ റേറ്റ് ഡിക്രീസ് ആവുക എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ എൻട്രോപ്പി ചേഞ്ച് വിൽ ബി സെയിം. കാരണം എൻട്രോപ്പി ചേഞ്ച് മാറുന്നില്ല. കാരണം ഇതിന്റെ ഇന്നർ കണ്ടീഷൻസ് സെയിം ആണ്. എക്സിറ്റില് ഫാനോ കണ്ടീഷൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണ്. അപ്പൊ എക്സിറ്റിലെ ക്രിട്ടിക്കൽ കണ്ടീഷൻസ് നമുക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് യു റിക്വയർ ഈസ് യു ഹാവ് ടു മൂവ് ടു അനദർ ഫാനോ കർവ്. ഇവിടെ നോക്കുക. അപ്പൊ ഈ കർവ് പകരം അന്നേരം എന്താ സംഭവിക്കുക വെച്ചാൽ ഇതിന്റെ ഫാനോ കർവ് വിൽ ബി മൂവിംഗ് ടു അനദർ. സോ ദ 2 ഇവിടെ കാണിച്ചിട്ടുണ്ട്. നൗ ദി ഫാനോ കർവ് വിൽ ബി ഫോർ ദ ഇൻക്രീസ്. ഇഫ് യു ഇൻക്രീസ് ഇറ്റ് ബിയോണ്ട് എൽ മാക്സ്, ദ ഫാനോ കർവ് വിൽ ബി നൗ 2 അതായത് എൻട്രോപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. ഇവിടെ S1 ഇത് തമ്മിലുള്ള എൻട്രോപ്പി ചേഞ്ച് തന്നെയായിരിക്കും. ഇത് തമ്മിലുള്ള ഈ രണ്ട് തമ്മിലുള്ള എൻട്രോപ്പി ചേഞ്ച്. സോ ദ ഫാനോ കർവ് വിൽ ബി മൂവിംഗ് ടു അനദർ ഫാനോ കർവ്. ദാറ്റ് മീൻസ് ഇതിന്റെ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ചില റൈറ്റിലോട്ട് മൂവ് ഈ ഫാനോ കർവിൽ എന്തായിരിക്കും? മാസ് ഫ്ലോ റേറ്റ് കുറവായിരിക്കും. ദാറ്റ് മീൻസ് when the flow rate is increased, when the duct length is increased beyond critical length, there is some adjustment in the flow self adjustment ഉണ്ടാവും. ആ സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? The mass flow rate decreases so that again critical condition ഡക്റ്റിന്റെ എക്സിറ്റിൽ എപ്പോഴും നമുക്ക് ക്രിട്ടിക്കൽ കണ്ടീഷൻസ് കിട്ടാൻ വേണ്ടി മാസ് ഫ്ലോ റേറ്റ് വിൽ ബി ഡിക്രീസ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് എന്താണ്? 1' 2' എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കണ്ടീഷൻസ് ആണ്. When you increase it beyond the critical length, the mass flow rate decreases so that critical conditions prevails at the duct exit. അപ്പോൾ അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. So always you have critical conditions നമുക്ക് എന്തുകൊണ്ടാണ് ചോക്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യം വേറെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നമ്മൾ ബാക്ക് പ്രഷറിന്റെ കേസ് പറയുന്നത്, നമ്മൾ നോസിലിന്റെ കേസ് ബാക്ക് പ്രഷർ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി ഈ P1 is and ductന്റെ ഇൻലെറ്റിലെ സ്റ്റേറ്റ്. So when the flow take place through the duct, you have the pressure varies from P1 to P2. ഡക്റ്റിന്റെ എക്സിറ്റിലെ പ്രഷർ എന്തായിരിക്കും? ഡക്റ്റിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഡക്റ്റിന്റെ എക്സിറ്റിലെ പ്രഷർ വേരി ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഫൈനലി ഫോർ അറ്റൈനിങ് ഡക്ട് എക്സിറ്റ് പ്രഷർ ഈക്വൽ ടു ക്രിട്ടിക്കൽ പ്രഷർ. അപ്പൊ ബാക്ക് പ്രഷർ എന്താണോ അത് രണ്ട് ഈക്വൽ ആയിരിക്കും. സോ once the sonic condition is attained at the duct exit, you have back pressure equal to critical pressure. ഇനി ബാക്ക് പ്രഷർ വീണ്ടും നമ്മൾ ഡിക്രീസ് ചെയ്താലും ക്രിട്ടിക്കൽ എക്സിറ്റ് പ്രഷർ ഡക്റ്റിന്റെ എക്സിറ്റിലെ പ്രഷർ മാറാൻ പോകുന്നില്ല. That is what will happen in the case you decrease the back pressure beyond critical pressure. അതാണ് ഈ ഡയഗ്രത്തിലൂടെ കാണിച്ചിരിക്കും. ഇവിടെ നോക്കി, ഇവിടെ ബാക്ക് പ്രഷർ വാരി ചെയ്യുന്നതനുസരിച്ച് ഡക്റ്റിന്റെ എക്സിറ്റിലെ പ്രഷർ മാറും. ഈ ഇത്രയും റീജിയനെ നമ്മൾ നോട്ട് ചോക്ഡ് എന്ന് പറയും. Once the critical condition is attained at the duct exit, thereafter there will not be any change in the nozzle exit pressure. ചോക്കിംഗ് കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ നോസിലിന്റെ എക്സിറ്റിലെ ലിമിറ്റിംഗ് പ്രഷർ വാല്യൂ ആയി കഴിഞ്ഞു, T ആസ്പെക്ട് ആയിരിക്കും. ഇഫ് യു go on further reducing back pressure, that will not be going to affect the nozzle exit, the duct exit pressure. So that is what happens when the duct is said to be chocked. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. You go through the whatever material I have provided here. ഇതിൽ ഒരു ഡയഗ്രം ഞാൻ അത് വിട്ടുപോയതാണ്. അത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻഡ് ഹിയർ. അതായത് ഫോർ ഷോവിംഗ് ഡിഫറെന്റ് ഫാനോ കർവ്സ് ഓൺ നെറ്റ് പ്ലെയിൻ.
explain you can plot different Banach curve like this for different values of G. So in this case, the G will be increasing in this direction. So this direction will be G is increasing. The inner curve will be having higher mass flow rate per unit area, and the upper on the outer curve will be having smaller values of mass density. Okay. So let us wind up today's session here. If you have any doubt, you can ask. Okay. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് വർക്കിന്റെ ലിങ്ക് വന്ന് കാണും. ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഒരു ക്വിസ് ഇട്ടിട്ടുണ്ട്. ബോത്ത് യു ക്യാൻ അറ്റംപ്റ്റ്. Okay, thank you very much.